വാർത്തകൾ തുടരുന്നു. മതം സുരക്ഷയാണ് എന്ന പ്രമേയത്തിൽ മുജാഹിദ് സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി കൊപ്രക്കളത്ത് ദഅ്വ സമ്മേളനം നടത്തി. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി താജുദ്ദീൻ സ്വലാഹി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ PK അഷ്റഫ് സുല്ലമി അധ്യക്ഷനായി. മുൻഗാമികളുടെ പാതയിൽ അടിപതറാതെ എന്ന വിഷയത്തിൽ ഷാർജ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഹുസൈൻ സലഫി മുഖ്യപ്രഭാഷണം നടത്തി. അവർക്ക് അതിന് തെളിവായിട്ട് ഓതിയ ഹദീസാണ് യാ ഇബാദല്ലാഹ് എന്ന ഹദീസ്. അങ്ങനെ ചില സാധുക്കൾ തെറ്റിദ്ധരിച്ചു പോയി. അല്ലാഹു നന്നാക്കട്ടെ, അല്ലാഹു ഖൽബ് നന്നാക്കട്ടെ, തെറ്റിദ്ധാരണകൾ അകറ്റി കൊടുക്കട്ടെ. നമ്മളല്ല ഇത് കൊണ്ടുവന്നത്. ഇതാദ്യം തെളിവായി കൊണ്ടുവന്നത് മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ തെളിവായിട്ട് കൊണ്ടുവന്നതാണ് യാ ഇബാദല്ലാഹ് എന്ന ഹദീസ്. അന്നും ജീവിച്ചിരുന്ന സലഫി പണ്ഡിതന്മാർ അതിന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചു മറുപടി കൊടുത്തു. രണ്ട് മറുപടികളാണ് അവർ കൊടുത്തത്. ഒന്നാമത്തെ മറുപടി, ഈ ഹദീസ് നിങ്ങൾക്ക് തെളിവല്ല. കാരണം എന്തെന്നല്ലേ, ഇത് ദുർബലമായ ഹദീസാകുന്നു, അതുകൊണ്ട് ഇതനുസരിച്ചൊട്ട് അമൽ ചെയ്യാനും പാടുള്ളതല്ല. രണ്ടാമതവര് പറഞ്ഞ തെളിവെന്താണെന്നോ, കാരണം എന്താണെന്നോ, ഇനി ഉരുണ്ട് പെരണ്ട് നിങ്ങൾ ഇത് സഹീഹാണെന്ന് സ്ഥാപിച്ചാൽ പോലും നിങ്ങൾ നടത്തുന്ന മരിച്ചവരോടോ സ്ഥലത്തില്ലാത്തവരോടോ ഉള്ള സഹായത്തേട്ടത്തിന് ഇസ്തിഗാസത്ത് പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവില്ല. മറിച്ച് ആരാണ് ആ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളതെങ്കിൽ അവർ വന്നോട്ടെ എന്നേ ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ അവിടെയുള്ളൂ. ആരോടെന്നില്ല, കേൾക്കുന്നവർക്കാർക്കും വരാം. അതിലപ്പുറം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചു എന്നോ വിളിക്കാമെന്നോ ഹദീസ് സഹീഹാണെന്ന് ആരെങ്കിലും ഉരുണ്ട് വരണ്ട് ഒപ്പിച്ചാൽ തന്നെ തെളിവല്ല, ഹദീസാണെങ്കിൽ ദഈഫുമാണ്. KK അബ്ദുറഹിമാൻ, RV മുഹമ്മദ് മൗലവി, VM റിയാസ്, അബ്ദുൽ ലത്തീഫ് സുല്ലമി, NK ത്വാഹ, BA അനസ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ AUP സ്കൂളിൽ പൈപ്പ് കമ്പോസ്റ്റുകൾ സ്ഥാപിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം ഒരു ഈ വിദ്യാലയത്തിന്റെ കണക്കൊക്കെ പരിശോധിച്ചാൽ ഒരു 10,500 രൂപ അടങ്കൽ തുക വരുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിൽ 5,250 രൂപ സംസ്ഥാന ശുചിത്വ മിഷൻ വഹിക്കും. കഴിയുമെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ കൂടി കോൺട്രിബ്യൂഷൻ അതിൽ ഉൾപ്പെടുത്തി ബയോഗ്യാസ് പ്ലാന്റ് അടുത്ത നാളുകളിൽ തന്നെ ഇവിടെ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. വൃക്ഷത്തൈകൾ കിട്ടിയോ എന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ അത്യാവശ്യത്തിനുള്ള വൃക്ഷത്തൈകൾ കിട്ടി എന്ന് പറഞ്ഞു. നമ്മൾ രാജ്യവും ലോകവുമൊക്കെ നേരിടാൻ പോകുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്ന് ആഗോള താപനമാണ്. ആ ആഗോള താപനത്തിന് മരമാണ് മറുപടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് അടുത്ത ദിവസം പൊതുസ്ഥലങ്ങളിൽ 1000 വൃക്ഷത്തൈകൾ നടുകയാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വയം ശുദ്ധമായാൽ നമ്മുടെ പരിസരവും ശുദ്ധീകരിക്കപ്പെടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനത്തിന് ഒരു തുടക്കം എന്ന നിലയിൽ ഇതിനെ നോക്കി. പഞ്ചായത്ത് അംഗം C ശങ്കരനാരായണൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക A നന്ദിനി, T രജനി എന്നിവർ സംസാരിച്ചു. മണപ്പുറം മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് മണപ്പുറം ഓഫീസ് ഉപരോധിച്ചു. AIYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ചില തൊഴിലാളികളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അന്യായമായി സ്ഥലം മാറ്റുകയും പ്രമോഷന് പോലും യാതൊരു മാനദണ്ഡവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെയും എടുക്കുകയും 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന ലോകത്തിന്റെ തൊഴിൽ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് ചെറുപ്പക്കാരന്റെ ബുദ്ധിയെയും തലച്ചോറിനെയും ചൂഷണം ചെയ്യുകയും ശമ്പള മാനദണ്ഡങ്ങൾ പോലും കൃത്യമായി പാലിക്കാതിരിക്കുകയും ചെയ്ത മണപ്പുറം ബാങ്കിന്റെ നടപടിക്കെതിരായി കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ന്യൂ ജനറേഷൻ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് യൂണിയൻ AITUC എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സമരം നടന്നു. AIYF ജില്ലാ പ്രസിഡന്റ് VJ ബെന്നി അധ്യക്ഷനായി. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, AIYF ജില്ലാ സെക്രട്ടറി J പ്രദീപ് കുമാർ, PR കൃഷ്ണകുമാർ, VK വിനീഷ്, PR ഷിനോയ് എന്നിവർ സംസാരിച്ചു. NCP 15ാമത് സ്ഥാപക ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പെരിങ്ങോട്ടുകരയിൽ നടത്തി. വൃക്ഷത്തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്ത് സംസ്ഥാന സെക്രട്ടറി PK രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാർക്ക് ശമ്പളം കുറവായതുകൊണ്ടാണോ ഈ നവജാത ശിശുക്കൾ മരിക്കപ്പെട്ടത് എന്ന് നമ്മുടെ ഗവൺമെന്റ് ഉത്തരം പറയേണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ 2 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയപരിപാടികൾ ഈ രാജ്യത്തെ ആരോഗ്യ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കി മാറ്റിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ രോഗാതുരതയെ രോഗത്തെയും വിൽപ്പന ചരക്കാക്കിക്കൊണ്ട്
അങ്ങേയറ്റത്തെ ലാഭം കൊയ്യുന്ന, അങ്ങേയറ്റത്തെ ചൂഷണം നടത്തിക്കാക്കിക്കൊണ്ടിരിക്കുന്ന ആ കമ്പോള വ്യവസ്ഥയ്ക്ക് അനുകൂലമായ കുടപിടിക്കുന്ന ഈ സർക്കാർ ജനദ്രോഹ സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഈ സർക്കാർ അതിന്റെ മുഖമുദ്രാവാക്യമായിരുന്ന ബഹുദൂരം അതിവേഗം ജനമനസ്സുകളിൽ നിന്ന് പിന്നാക്കം പോവുകയും ജനദ്രോഹ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഈ ഗവൺമെന്റ് രാജിവെക്കാതെ, ഈ ആരോഗ്യ വകുപ്പിന്റെ നയങ്ങൾ പൊളിച്ചെഴുതാതെ ഈ രാജ്യത്തിന്റെ പരിസ്ഥിതിയായാലും ശരി, ഭൂപ്രകൃതിയായാലും ശരി, ജൈവ കൃഷിയായാലും ശരി, എല്ലാം തിരിച്ചുപിടിക്കാൻ, എല്ലാം നന്നാക്കിയെടുക്കാൻ സാധ്യമല്ല എന്നൊരു സ്ഥിതി. NCP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഞ്ജു കെ മാരാത്ത് അധ്യക്ഷനായി. പ്രൊഫസർ KB ഉണ്ണിത്താൻ, ശശി പുളിക്കൻ, EA ദിനമണി, KC കാർത്തികേയൻ, തോമസ് കൊള്ളന്നൂർ, UK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിന് മുന്നോടിയായി വിശേഷാൽ പൂജകൾക്ക് തുടക്കമായി. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പുലർച്ചെ മുതൽ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ത്രികാല ഭഗവതി സേവ എന്നിവ നടത്തി. ക്ഷേത്രം തന്ത്രി തറണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനം യമുന തിയേറ്ററിന് സമീപം സ്കോർപിയോ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലും മരക്കടയിലും ഇടിച്ചു കയറി. 4 പേർക്ക് പരിക്കേറ്റു. മതം സുരക്ഷയാണ് എന്ന പ്രമേയത്തിൽ മുജാഹിദ് സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി കൊപ്രക്കളത്ത് ദേവ സമ്മേളനം നടത്തി. കോരിക്കുഴിയിൽ കനത്ത കാറ്റിൽ മരം വീണ് 2 വീടുകൾക്ക് നാശനഷ്ടം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.